ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. സോഫിയ പോൾ, സന്ദീപ് സേനൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ജോയിന്റ് സെക്രട്ടറിമാരായി ആൽവിൻ ആന്റണി, എം ഹംസ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ഉൾപ്പെടെ 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തിയ സാന്ദ്ര തോമസിനെതിരെ പരോക്ഷ വിമർശനവുമായി ജി സുരേഷ് കുമാർ രംഗത്തെത്തി. വല്ലാതെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. സംഘടനയ്ക്ക് അകത്ത് പറയാനുള്ളത് അകത്ത് തന്നെ പറയണം. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് സത്യത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളെ ഒത്തിരി മനോവിഷമം ഉണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെയൊക്കെ വളരെ മോശമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ നമ്മളെ എല്ലാവരെയും വളരെ മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുകയും വീട്ടിലിരിക്കുന്ന കുടുംബത്തിനെ വരെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചഴിക്കുകയും ചെയ്തതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. അതെല്ലാം ആ സങ്കടവും ക്ഷോഭവും ഒക്കെ നമ്മളിപ്പോൾ മാറി. എൻ്റെ കൂടെ നിന്ന ഞാനും സിയാദും ഞങ്ങളിത് മുന്നിൽ നിന്ന് നയിച്ചു. ഞങ്ങളുടെ ജൂനിയർ ടീമാണ് ഇന്നിവിടെ മുമ്പിൽ അസോസിയേഷന്റെ തലപ്പത്തെത്തി. നിഷ ദിലീപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഷ, ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ള കാര്യം, കാരണം നിരവധി ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജി സുരേഷ് കുമാറിന്റെ പ്രതികരണവും വളരെ പ്രസക്തമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് സത്യം ജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഏറെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ദൂരീകരിക്കുന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം പ്രതികരിച്ചു, അല്ലേ? ദേവിക, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, നിരവധി പ്രത്യാരോപണങ്ങൾക്കൊക്കെ ശേഷമായിരുന്നു ഇന്ന് കൊച്ചിയിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. 3 മണിയോടെ വോട്ടെടുപ്പ് തുടങ്ങി. അംഗങ്ങളെല്ലാം വോട്ട് ചെയ്തു. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം വന്നത്. ബി രാഗേഷ് പ്രസിഡന്റായും ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക പാനലിന് പൂർണ്ണമായും വിജയം തന്നെയാണ് ഉണ്ടായത്. സാന്ദ്ര തോമസിന് 110 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു. ഒപ്പം തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച വിനയനും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജി സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ സത്യം ജയിച്ചു. പുതിയ തലമുറയ്ക്ക് വേണ്ടി തങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. കുടുംബത്തെ വരെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ വരെ വലിച്ചിഴച്ചു. അടുത്ത തലമുറ നേതൃത്വത്തിൽ വരണം, അതുകൊണ്ട് തന്നെ തങ്ങൾ മാറി നിന്നു. മുതിർന്നവരായ തങ്ങളെല്ലാവരും എക്സിക്യൂട്ടീവിലേക്ക് മാറി. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംഘടനയ്ക്കുള്ളിൽ തന്നെ നിൽക്കേണ്ട വിഷയമാണ്. അതിനെ പൊതു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പൊതുജനമധ്യത്തിലേക്ക്, നാട്ടുകാർക്ക് മുന്നിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. പുറത്തു വെച്ചുള്ള വിഴുപ്പലക്കൽ ഒന്നും തന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ പോലും വിജയ് ബാബുവിനെതിരെ പരസ്യമായി സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് പൂർണ്ണമായും വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സോഫിയ പോളും സന്ദീപ് സോമനും വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആൽവിൻ ആന്റണിയും ഹംസ എമ്മും ജോയിന്റ് സെക്രട്ടറിമാരായി വിജയിച്ചു. ബി രാഗേഷും ഈ ലിസ്റ്റിൻ സ്റ്റീഫനും നേതൃത്വം നൽകുന്ന പാനലിൽ നിന്നുള്ളവരാണ് വിജയിച്ച 4 പേരും. സുബൈർ PN ട്രഷറർ സ്ഥാനത്തേക്കും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച വിനയനുമാണ് പരാജയപ്പെട്ടത്. 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിർമ്മാതാവും ജനൻ TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ, സിയാദ് കോക്കർ, കൊച്ചുമോൻ ജി സുരേഷ് കുമാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജി സുരേഷ് കുമാർ, ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു കേട്ടത്. പക്ഷേ ആ ആരോപണങ്ങൾ ഒന്നും ശരിയല്ല, അതെല്ലാം തെറ്റായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലം, അല്ലേ? അതെ, അതാണല്ലോ. ഇപ്പൊ നമ്മൾ 13 പേരല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, 14 പേര്, ഞങ്ങൾ മൊത്തം 21 പേരും ഞങ്ങൾ ക്ലീൻ സ്വീപ്പായിരുന്നു ഈ ഒരു ഇലക്ഷൻ. മുഴുവൻ ആൾക്കാരും ജയിച്ചു കയറി ഞങ്ങളുടെ പാനലിലുള്ളത്. അതൊരു വലിയ നേട്ടമാണ്. അത് ഈ ഞങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും ഞങ്ങളെ ചെളിവാരി എറിഞ്ഞതിനുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾ കൊടുത്തത്. അത് കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത ഒരു ഇലക്ഷൻ ആയിരുന്നു ഇത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ എല്ലാവരെയും ചെളിവാരി എറിയുകയും വളരെ മോശമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ അംഗങ്ങളെല്ലാം അത് തള്ളിക്കളയാണ് ഉണ്ടായത്. ഒരു കാര്യവും അവർ സ്വീകരിച്ചില്ല. വളരെ പരിതാപകരമായ ഒരു പരാജയമാണ് അവർ ഏറ്റുവാങ്ങിക്കൊണ്ട് പോയത്.
മാത്രവുമല്ല, അങ്ങ് പറഞ്ഞിരുന്നല്ലോ, കുടുംബത്തെ പോലും വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, വളരെ വേദനാജനകമായ ചില സന്ദർഭങ്ങളിലൂടെ കടന്നുപോയി എന്നല്ല. ഈ ഒരു ഘട്ടത്തിൽ സാന്ദ്ര തോമസ് വിജയ് ബാബുവുമായി ഒരു തുറന്ന പോരിലേക്ക് തന്നെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാന്ദ്ര ഉയർത്തിയ ആരോപണങ്ങളെല്ലാം, ആ കൺസേൺസ്, അതെല്ലാം ജലരേഖയാണെന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണല്ലോ ഈ ഒരു ഫലത്തോടു കൂടി. ഞാനിപ്പോ അതൊന്നും അവരെ മോശക്കാരായിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്റെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല. അത് ഞാൻ പറയത്തുമില്ല. പക്ഷേ അവർക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് ഞങ്ങളുടെ ഈ വിജയം എന്ന് പറയുന്നത്. ഞങ്ങൾ അതിനെ അഹങ്കരിക്കാൻ പോകുക ഒന്നുമല്ല. ഞങ്ങൾ ഒന്നും അവകാശപ്പെടുന്നില്ല. ഞങ്ങൾ അവിടെ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ്. ഞങ്ങളൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടത്തിയെടുക്കാം. ഒരു ബിൽഡിംഗ് തീർത്തു, അതിന്റെ കടം തീർത്തു. ഞങ്ങൾ ഇവിടെ കണ്ടന്റ് മാസ്റ്ററിങ് അവിടെ തുടങ്ങി. എന്തെല്ലാം കാര്യങ്ങൾ, ഇൻഷുറൻസ് ഏർപ്പെടുത്തി, എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ ഉള്ള കാര്യങ്ങളായി. അപ്പൊ ഈ വക കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ ആരോപണങ്ങൾ കേട്ട് തളരുന്ന ആൾക്കാരല്ല. അവർക്ക് ഈ ആരോപണങ്ങൾ പറയാം. ഇങ്ങനെയുള്ള വഴിയെ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം, ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വിളിച്ച് പറയാം. പക്ഷെ ഞങ്ങൾ അതിലൊന്നും തളരുന്ന ആൾക്കാരല്ല. ഞങ്ങൾ ശക്തമായ രീതിയിൽ അത് നേരിട്ടു, അത് നേടി, അത് ഞങ്ങൾ വിജയിച്ചു. ഇതൊരു ധർമ്മയുദ്ധം പോലായിരുന്നു. സത്യം വിജയിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. ശരി, എന്തായാലും പുതിയ ഭരണസമിതി എന്തൊക്കെയാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ ആളുകളെ ലക്ഷ്യമിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിപ്പോ നമ്മൾ ഇനി ഇരുന്ന് ആലോചിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് നീക്കാനുണ്ട്. ഇപ്പം നമ്മൾ ടാക്സിന്റെ കാര്യങ്ങൾ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ശരിയാക്കാനുണ്ട്. അത് ഞങ്ങൾ ഈ കോൺക്ലേവിൽ അത് സംസാരിച്ചതാണ് ഗവൺമെന്റുമായിട്ട്. അത് ഗവൺമെന്റ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വക കാര്യങ്ങളുണ്ട്. പിന്നെ പെൻഷൻ, എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് അംഗങ്ങൾക്കുള്ളത്. അത് കൂട്ടാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുകയും ചെയ്യും. ഈ ഓണത്തിന് മുതൽ, അതായത് സെപ്റ്റംബർ 1 മുതൽ പെൻഷൻ കിട്ടാത്ത ആൾക്കാർക്ക് കൂടെ പെൻഷൻ ഞങ്ങൾ കൊണ്ടുവരാനുള്ളൊരു സംവിധാനമാണ് ഒരുക്കുന്നത്. അത് നമ്മൾ ഈ ഓണസമ്മാനം എന്നുള്ള നിലയിൽ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ കൊടുക്കാനുള്ളൊരു പരിപാടിയായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. ഒരു ധർമ്മ യുദ്ധമാണ് നടന്നതെന്നും അതിൽ സത്യമാണ് വിജയിച്ചതെന്നുമാണ് ജി സുരേഷ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം.